എല്ലാവർക്കും പ്രവേശ് അക്കാദമിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് കഴിഞ്ഞ ശനിയാഴ്ച PSC നടത്തിയ ഒരു എൻട്രിക്കത്ത് പരീക്ഷയുടെ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുന്നത്. ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ചൈനയെ ആധുനീകരിക്കാൻ ഡോക്ടർ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു: മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വത്തെയും പുറത്താക്കുക. 2, ജനാധിപത്യം സ്ഥാപിക്കുക. 3, മൂലധനം നിയന്ത്രിക്കുക. ഭൂമി വിതരണം ചെയ്യുക. ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ആൻസർ എല്ലാം ശരിയാണ്, അഥവാ 3ഉം ശരിയാണ് എന്നായിരുന്നു ആൻസർ. ഞാനിവിടെ ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വെച്ചാൽ അത് കൂടുതൽ സമയം വേണം. ഇപ്പം സന്യാസനെ മാത്രം എടുക്കുകയാണ്. അതായത് ഈ മഞ്ചു വംശം എന്ന് വെച്ചാൽ ചൈന 1644 മുതൽ 911 സന്യാസ റിപ്പബ്ലിക് ആകുന്നത് വരെ ചൈന ഭരിക്കുന്ന മഞ്ചു അല്ലെങ്കിൽ ക്യൂ എന്നും പറയുന്നുണ്ട്. നിലവിൽ ഞാനിപ്പോൾ മഞ്ചു രാഷ്ട്രീയത്തിൽ നോക്കാതെ സന്യാസനെ പരിചയപ്പെടുത്തുകയാണ്. പല പരീക്ഷകൾക്കും ചൈനയെ ഇപ്പം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ സന്യാസനെ പരിചയപ്പെടാം. സന്യാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോക്കുക, അതായത് സന്യാസം അറിയപ്പെടുന്നത് ആധുനിക ചൈനയുടെ പിതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന നിലയിലാണ് നമുക്ക് സന്യാസനെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കുമിങ്താങ് പാർട്ടി സ്ഥാപകനാണ് ആര്? ഡോക്ടർ സന്യാസൻ എന്ന് പറയുന്നത് കുമിങ്താങ് പാർട്ടി സ്ഥാപകൻ. എന്നു വെച്ചാൽ 1912 ആഗസ്റ്റ് 23 കുമിങ്താങ് പാർട്ടി സന്യാസൻ സ്ഥാപിക്കുക. തുടർന്ന് 1913 നവംബറിൽ ഇത് പിരിച്ചുവിട്ടു. എന്നാൽ തുടർന്ന് 1919 ഒക്ടോബർ 10 പുനഃസ്ഥാപിക്കുന്നതും സന്യാസം തന്നെയാണ്. ചില റാങ്ക് ടെസ്റ്റുകളിലും ഒക്കെ ആയിട്ട് ഈ കുമിങ്താങ് പാർട്ടി സ്ഥാപിച്ചത് 1919 ഒക്ടോബർ 10 തന്നിരിക്കുന്നത്. അതിന് കാരണം ഇതാണ്. ക്ലിയറായല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് ചൈനയുടെ പുനർനിർമ്മാണത്തിനായി സന്യാസൻ നിർദ്ദേശിച്ച തത്വങ്ങൾ എന്താണെന്ന് നോക്കണം. അത് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് PSC ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതും. അതിൽ ഒന്നാമത്തത് ദേശീയതയാണ്. ദേശീയതയിലെ സന്യാസൻ പറയുന്നത് മഞ്ചു ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മഞ്ചുക്കളെയും അതുപോലെ സാമ്രാജ്യത്തെയും, അതായത് യൂറോപ്യൻ ശക്തികൾ ഉൾപ്പെടെ ഉള്ളവരെയും ചൈനയിൽ നിന്ന് പുറത്താക്കുക. 2, ജനാധിപത്യം, അതായത് ചൈനയില് ഈ രാജവാഴ്ചയെയും യൂറോപ്യൻ വാഴ്ചയെയും എടുത്തു മാറ്റി ജനാധിപത്യ ഭരണകൂടം കൊണ്ടുവരണം. അതുപോലെ 3 പറയുന്നത് സോഷ്യലിസമാണ്. സോഷ്യലിസ്റ്റ് പറയുന്നത് മൂലധനം നിയന്ത്രിക്കുക. അതുപോലെ ഭൂവുടമസ്ഥതയിൽ സമത്വം ഏർപ്പെടുത്തുക എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ. അതായത് വെച്ചാൽ മൂലധനം വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ലേബർ അതുപോലെ ലാൻഡും ഒക്കെ തന്നെ സ്വകാര്യ വ്യക്തികൾ കേന്ദ്രീകരിക്കാതെ എന്ത് ചെയ്യണം, അത് പൊതുവായിട്ട് എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി കൂടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൂടാതെ തന്നെ രാജവാഴ്ചയ്ക്കും സാമ്രാജ്യത്തിനെതിരെ സന്യാസത്തിന്റെ നേതൃത്വത്തിൽ വിപ്ലവം നടക്കുകയുണ്ടായി 1911. ആ രാജവാഴ്ച വെച്ചാൽ മഞ്ചുക്കളാണ്. മഞ്ചുക്കൾക്കെതിരെയും യൂറോപ്യൻ ശക്തികൾക്കെതിരെയാണ് വിപ്ലവം നടത്തുകയും അതിൽ 1911 ചൈന റിപ്പബ്ലിക്കായി മാറുന്നു. 1911 ചൈന റിപ്പബ്ലിക്കായി മാറുന്നു. ചൈനയിലെ കമ്മ്യൂണിസത്തിന് മാതൃക തുറന്നു കൊടുത്തതും സന്യാസനാണ്. അതായത് കുമിങ്താങ് പാർട്ടി സ്ഥാപിക്കുന്ന വേളയിൽ തുടർന്നുകൊണ്ട് ഏതാനും സമയങ്ങളിലായിട്ട് റഷ്യയുടെ സപ്പോർട്ട് ഈ കുമിങ്താങ് പാർട്ടിക്കും സന്യാസിനും കിട്ടുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ ചൈനയില് കമ്മ്യൂണിസ്റ്റിന് ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു പ്രചാരം കൊടുത്തതും ആരായിരുന്നു? സന്യാസന്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറയും. സന്യാസം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. എന്നാൽ റഷ്യൻ സഹായത്തോടെ കമ്മ്യൂണിസ്റ്റിന് ചൈനയിൽ വേരോട്ടം ഉണ്ടാക്കിയത് ആരാണ്? സന്യാസൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ചൈനയിൽ സന്യാസം കുമിങ്താങ് പാർട്ടി സ്ഥാപനമാണ്. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ.